ചേച്ചി എന്താ ചേച്ചിക്ക് മാത്രം കട്ടൻ ചായയും ചിപ്സും? നിന്നെ ചായ പിടിക്കാൻ ആന്റി വിളിച്ചാണല്ലോ, എന്തേ വരാന്? ഞാൻ കനാൻറ്റിയുടെ വിളി കേട്ടായിരുന്നു. എന്നിട്ട് എനിക്ക് വേണോന്ന് ഞാൻ നീട്ടി പറഞ്ഞു. നീട്ടി പറയുമ്പോഴേ കൺമുമ്പിൽ കൊണ്ടുവന്നു തരാൻ ഇവിടെ റോബോട്ടൊന്നും ഇല്ല. ഹോട്ടി ഹോട്ടി ഇതുകൊണ്ട വരുന്നു റോബോട്ട്. കണ്ടാ? അതിപ്പോ നീ പറഞ്ഞ ശരിയാണ്. ഈ വീട്ടിലെ എല്ലാ പണി ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ ഈ റോബോട്ടിനുള്ളത്. பாரு ஹாட் டீ குடிச்சுக்கோ. எங்க சிவா கேசு கௌரி எல்லாம் எங்க போனா? ഞാൻ പോയി വിളിച്ചിട്ട് വരാം. கூட்டிட்டு வா. அம்மா அம்மா നരവിളിക്കണം എന്തിനാ ആന്റി? ഒറ്റൊരു വിളി വിളിച്ചാ പോരെ, വരില്ലേ? എന്തിനാ കടന്ന് വിളിച്ചു പോകുന്നത്? ഞാൻ വന്നോണ്ടിരിക്കുവല്ലയോ. കേട്ടല്ലോ, സന്തോഷായല്ലോ. அம்மா பாசத்தினால சொல்றாங்க. அம்மாக்கு என்ன வேணாலும் என்ன சொல்லலாம்ல. പിന്നെ ഭയങ്കര പാസാ. അമ്മൂപ്പ പിന്നെ ആരെ എന്ത് പറയണമെന്ന് വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുവാണ്. ലച്ചു ലച്ചുവേ ചുമ്മാ തമാശക്ക് പറഞ്ഞു. ഹായ്, നല്ല ചൂട് കട്ടൻ ചായ. അതെന്റെ ചായ. ഞാൻ കുടിച്ചോളാം, കുഴപ്പമൊന്നുമില്ല. വാഴയ്ക്ക ചിപ്സും വാഴയ്ക്ക് പറ്റിയ കോമ്പിനേഷൻ. നല്ല മിച്ചറാ മുറുക്കായിരുന്നെങ്കിൽ കുറച്ചും കൂടെ അടിപൊളിയായിരുന്നു. ചിപ്സ് കുഴപ്പമില്ല. ഇതൊക്കെ അങ്ങ് പടവലത്ത് ആ നാലുകെട്ടില്ലേ, നാലുകെട്ടിന്റെ സൈഡിലിരുന്ന് മഴയൊക്കെ ആസ്വദിച്ച് നല്ല വിറകടുപ്പിൽ വെച്ച ചക്കപ്പുഴുക്കും കട്ടൻ ചായയും കുടിക്കണം. എന്ത് മൂടാന്നറിയോ ആ സ്ഥലം. അതൊക്കെ ശാർക്കര. ശാർക്കര എന്റെ ഒരു വല്യമ്മയുണ്ട്. വല്യമ്മയുടെ വീട്ടിന്റെ തെക്കേ അടുത്തൊരു കുളമുണ്ട്. കിളിവാതിൽ തുറന്നു നോക്കിയാൽ ആ കുളം നമുക്ക് അടിപൊളിയായിട്ട് കാണാം. മഴ സമയത്താണെങ്കിൽ അതിന്റെ പടവില് പായലൊക്കെ പിടിച്ച് ഒരു പച്ച പരവതാനി വിരിച്ച പോലെ കിടക്കും. മഴയത്തൊരു മൂളിപ്പാട്ടൊക്കെ പാടി ഒരു കട്ടൻ ചായയൊക്കെ കുടിച്ചിരിക്കുമ്പോ എന്ത് രസമാണെന്നറിയാവോ. അതിന് നല്ല സൂപ്പർ ആയിട്ട് രസമുള്ള വേറെ സ്ഥലമുണ്ട്. നമ്മളെ ഇവിടെ മറ്റേ പാലത്തോടുള്ള തട്ടുകടയില്ലേ, ആ തട്ടുകട ആ ഷീറ്റിന് അവിടെ ഇങ്ങനെ വെള്ളം ഇങ്ങനെ തുള്ളി ഇങ്ങനെ തുള്ളി 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 ഇങ്ങനെ വീഴുന്ന സമയത്ത് മറ്റേ കട്ടൻ ചായയൊക്കെ പിടിച്ച് എൻ്റെ ഒരു മൂട്ടി ഇങ്ങനെ എന്നാ രസം പറയും. അതൊന്നും അല്ലടേ, ഞാൻ പറയാം. ഞങ്ങളുടെ ഹോസ്റ്റലിന്റെ പുറകിലായിട്ട്, അതായത് ലെഫ്റ്റ് ഗേറ്റിന്റെ പുറകിലായിട്ട് ഒരു കുഞ്ഞു കഫേ ഉണ്ട്, മാരിയമ്മൻ കഫേ. ഈ മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്കും ഞങ്ങൾ പിള്ളേരെല്ലാവരുടെ നൈസായിട്ട് കോളയൊക്കെ എടുത്ത് ഇറങ്ങും. ക്ലാസ് ഒക്കെ കട്ട് ചെയ്ത് അല്ലേ അവിടെ നിൽക്കട്ടെ, ഇറങ്ങും. അവിടെ ഒരു മല്ലിയൊക്കെ ഉണ്ട്. എന്റെ ചേച്ചി മല്ലിയൊക്കെ ഉണ്ടാക്കണ ചായ, അതാണ് ചായ. ചായ എന്ന് പറഞ്ഞാലുണ്ടല്ലോ നമ്മുടെ ചോനറത്തല രാമേട്ടന്റെ കടയിലെ ചായ. അതല്ല അമ്മൂമ്മ, ഞാൻ പറയട്ടെ. അവിടത്തെ ചായ ഇങ്ങനെ പറഞ്ഞാൽ മതി. മല്ലിയൊക്കെ ഒരു ചൂട് ഹാഫ് ടീ, അപ്പൊ തന്നെ ചൂടോടെ ഹാഫ് ടീ കയ്യിലോട്ടൊക്കെ വെച്ച് തരത്തില്ല, ഒരു 5 രൂപയുടെ കുഞ്ഞു കപ്പില്. ആ രാമേട്ടന്റെ കടയിലെ പരിപ്പോടെ ഉണ്ടല്ലോ. പറയട്ടെ എന്റെ അമ്മൂമ്മ, ഇത് ഞാനൊന്ന് പറയട്ടെ, പറയട്ടെ, തീർക്കട്ടെ. അക്കടെ ഒരു സ്പെഷ്യൽ 5 രൂപ മുളക് ബജി ഉണ്ട്, അതും തമിഴ്നാട് സ്പെഷ്യൽ ചമ്മന്തിയും. സ്വർഗമാണ് ചേച്ചി, സ്വർഗം. ഈ മുളകാ ബജിയുടെ കാര്യം പറയുമ്പോഴാണ് ചെന്നൈ മുളകാ ബജി എന്ന് പറയുമ്പോൾ മറ്റേ ഹൈബ്രിഡ് മറ്റേ വലിയ സാധനമല്ലോ ഉദ്ദേശിച്ചേ. അതല്ല, ഇവിടെ ഇവിടെ തിരുവനന്തപുരം സൈഡിൽ സംഭവം കിട്ടും. ഇവിടെ മറ്റേ മിനിയേച്ചർ ഉണ്ടല്ലോ, എന്തൊരു തൊണ്ടമുളക്, തൊണ്ടമുളക് ഇട്ട് മുളകാ ബജി ഉണ്ടാക്കും. അപ്പൂ അതിങ്ങനെ രാമേട്ടന്റെ കടയിലെ മുളക് ബജിയാണ്. മുളക് ബജി എന്നൊക്കെ പറയുമ്പോ ഇത് എരിഞ്ഞങ്ങോട്ടങ്ങ് ഇറങ്ങുമ്പോ ഉണ്ടല്ലോ ഒരു ചൂട് കട്ടന എടുത്തു കുടിച്ചപ്പോ ഇങ്ങനെ ഒരു പോക്കുണ്ട്. കട്ട ഫീലാണല്ലേ. പിന്നെ പക്ഷെ ആക്ച്വലി ആ തൊണ്ടമുളകും കൊണ്ട് ഉണ്ടാക്കുന്ന ബജി ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റ് ആണ്. ഈ മുളക് സത്യം പറഞ്ഞ സാമ്പാറിലൊക്കെ ഇടൂലേ? സാമ്പാറിലുണ്ട്. ഇല്ലേ, ഇവിടെ ഒന്നും ഇടാറില്ല. എനിക്ക് തോന്നുന്നു ട്രിവാൻഡ്രം സൈഡിലൊക്കെ. പക്ഷെ ഭയങ്കര ടേസ്റ്റാ. നമ്മള് കഴിച്ചിട്ടുണ്ട്. നമ്മള് നേരത്തെ സ്റ്റാൻഡിൽ പോയപ്പോഴത്തേക്കും സൈഡിൽ കുഞ്ഞു കടന്ന് കഴിച്ചില്ലേ, അത് ഈ വജയായിരുന്നു. എന്തൊരു ടേസ്റ്റ്. രാമേട്ടന്റെ കടയിലെ മുളക് ബജിയും ചായയൊക്കെ വീട്ടിൽ പോകാൻ പറയും. ഇതൊന്ന് പറഞ്ഞു തീർക്കട്ടെ. എന്നിട്ടുണ്ടല്ലോ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കുഴിപ്പള്ളത്തെ അച്ഛൻ ഒരു ദിവസം നല്ല പച്ച കളറിലെ കൊണ്ടമുളകും കൊണ്ട് വരുന്നത്. അമ്മ എടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ നല്ല മാവും ഇരിപ്പുണ്ട്. പിന്നെ ഞാൻ ഒന്നും നോക്കിയില്ല, ഇതുപോലെ കോരി ചെടിയുന്ന ഒരു മഴക്കാലം. ഞാൻ പിന്നെ അറിയാലോ, എന്റെ കുക്കിംഗ് സ്കില്ലൊക്കെ അറിയാവുന്നത് കൊണ്ട് നല്ല ചൂട് ബജി അങ്ങനെ ഉണ്ടാക്കി കൊടുക്കും. അവിടുത്തെ അച്ഛനും അമ്മ ഫ്ലാറ്റ് ആയില്ലേ, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഫ്ലാറ്റായി. അടുത്ത ദിവസം എന്താ സംഭവിച്ചു? അടുത്ത ദിവസം എന്ത് സംഭവിക്കാൻ? ഒന്നും സംഭവിച്ചില്ല.
പിന്നെ അവൻ എന്റെ അടുത്ത് പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാൻ പറഞ്ഞത്. പിന്നെ ഞാൻ നല്ല കാന്താരി മുളകൊക്കെ ഇട്ട് നല്ല ചമ്മന്തിയൊക്കെ. അത് രാമേട്ടന്റെ കടയിലെ ചമ്മന്തി കൂട്ടി നീ കഴിച്ചിട്ടുണ്ടോ? ഈ കാന്താരി ചമ്മന്തി അല്ല, തക്കാളി ചട്നി ഉണ്ട്. തക്കാളി ചട്നി എന്ന് പറയുമ്പോ ഞാനൊന്ന് പറയട്ടടാ. அம்மா எங்க ஊர்ல ஒரு பொக்காடா கிடைக்கும். இப்படி இருக்கும் தெரியுமா? செம்மையா இருக்கும். கருமுறான்னு இந்த காலிஃப்ளவர் இருக்குல்ல, പിന്നെ നിന്റെ ഒരു പക്കോട നിങ്ങൾ അങ്ങ് പറ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.